ഞാൻ വൂളൻ ത്രെഡിനെ കൊണ്ട് ചെയ്തെടുത്ത ഒരു നെക്ക് ഡിസൈനാണിത്. ഈ ഡിസൈൻ ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ളതിൽ നമുക്ക് നോക്കാം. ഞാൻ ഇന്നൊരു നെക്ക് ഡിസൈൻ തയ്ക്കാൻ വേണ്ടിയിട്ടില്ല. ഈ കളറിലെ മഞ്ഞ കളറിലെ നൂലുകളാണ് എടുത്തേക്കുന്നത്. ഈ നൂലെടുത്തിട്ടാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചെയിൻ ഇട്ട്, അപ്പോൾ ഞാൻ എടുത്ത ഈ കളർ നൂലുകൊണ്ട് അടിക്കുന്നത്. ഇത് മാറ്റി വയ്ക്കുക. ഈ കളർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇതാ ചെയിൻ ഇടണം ആദ്യം. എത്ര ചെയിൻ ഈ ഇപ്പം ഞാൻ മിക്കവാറും ഒരു മീഡിയം ടൈപ്പ് നെക്കിന് 130 ചെയിൻ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അത് നല്ല കറക്റ്റായിരിക്കും. അതേമാതിരി അതിനെക്കൊണ്ട് ഇപ്പോഴും നമുക്ക് ഇതിന് 130 ചെയിൻ ഇട്ട് വയ്ക്കാം ആദ്യം. ഉണ്ട് 130 ചെയിൻ ഇട്ട് വയ്ക്കുക. ഞാൻ ചെയിൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ചെയിനിൻ്റെ ഓരോ ചെയിനിൻ്റെ അകത്തു നിന്ന് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഇതേമാതിരി ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങനെ ഈ അറ്റം വരെ ഈ ലൈനിൻ്റെ ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തു ഉള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുക? അടുത്ത സ്റ്റെപ്പ് ഡബിൾ ക്രോഷ്യ ചെയ്ത്, അപ്പോൾ 3 ചെയിനിടുക, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് പിന്നെ അടുത്തതിൻ്റെ അകത്ത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത്, അടുത്ത ചെയിനിൻ്റെ അകത്ത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത്, വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. അപ്പോൾ അവിടെ 3 ഡബിൾ ക്രോഷ്യായി. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? 4ാമത്തെ ചെയിനിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഒരു ചെയിനിൻ്റെ മുകളിൽ തന്നെ. എന്നാലും ഇത് റൗണ്ട് ഷേപ്പിൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ ഇത് കിട്ടില്ല. ചെയ്തെടുത്തു കൊണ്ടുപോകും. 4ാമത്തെ ഇനി അടുത്ത 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഓരോ ചെയിനിൻ്റെ മുകളിൽ നിന്ന് 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത്, വീണ്ടും 4ാമത്തേൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. മൂടി കുടുങ്ങുന്നുണ്ട്. ഇതേമാതിരി 3 ഡബിൾ ക്രോഷ്യ, പിന്നെ വീണ്ടും 2, അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് വരെ കൊണ്ടുവരണം. അതേവരെ ഇത് ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് ഇപ്പോൾ റൗണ്ട് ഷേപ്പിൽ ഇത് വന്നു. അടുത്ത ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഡബിൾ ക്രോഷ്യ ചെയ്ത് വീണ്ടും 3 ചെയിനുണ്ട്, അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ. പിന്നെ ഈ 3ാമത്തെ ഈ ചെയിനിൻ്റെ മുകളിൽ 3 ചെയിൻ ഒഴിവാക്കി 4ാമത്തേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. ഇതേമാതിരി വന്നിട്ടുണ്ട്. ഇനി അടുത്ത് എന്താ വെച്ചാൽ 4 ചെയിൻ 3 എണ്ണത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ വരും. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് 3 ചെയിനിടുക. ഇത് ചെയിനിടുമ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ. വീണ്ടും ഇതിൻ്റെ മുകളിൽ നിന്ന് ഇതേമാതിരി തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു.
ഇതിനുള്ളിൽ നിന്ന് അതേമാതിരി ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. വീണ്ടും ഒരു ഡബിൾ ക്രോഷേ, ഒരു 4 ഡബിൾ ക്രോഷേ വേണം ഇതിൻ്റെ മുകളിൽ. ഇതേമാതിരി വരും. ഇതേമാതിരി പിന്നെ ഒരു 3 ഒഴിവാക്കി രണ്ടാമത്തേൻ്റെ 2 ഒഴിവാക്കി മൂന്നാമത്തേൻ്റെ മുകളിൽ ചെയ്യുക. 1 പിന്നെ 3 ചെയിനിട്ട് ഒരു ഡബിൾ ക്രോഷേ ഇവിടെ ഇതേമാതിരി ഇടുക. അങ്ങനെ ചെയ്തിട്ട് ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്ത് കൊണ്ടുവരണം. ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ ചെയ്ത് കൊണ്ടുവരണം. ഇതുവരെ ചെയ്തെടുത്ത സമയത്ത് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്, അപ്പോൾ അത് അവിടെ വരെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ വരെ ചെയ്ത് വെച്ചിട്ട് ചെയിനിടുക. 4 ചെയിൻ ഇട്ടിട്ടത് ഈ എൻഡിലുണ്ട്, ഈ വക്കത്തുണ്ടല്ലോ, ഇതിനോട് കൂടി ജോയിൻ്റ് ആക്കി കൊടുക്കും. സിംഗിൾ ക്രോഷേ കൊടുത്തിട്ട് വേണം ജോയിൻ്റ് ആക്കാൻ. ഇവിടെ കണ്ട് പിന്നെ വീണ്ടും 4 ചെയിൻ ഇടുക. 3 4 ചെയിൻ ഇടുക. പിന്നെ ഇവിടെ സിംഗിൾ ക്രോഷേ കൊടുത്തതിനോട് കൂടി ജോയിൻ്റ് ആക്കും. കൂടി സിംഗിൾ ക്രോഷേ കൊടുത്ത് ജോയിൻ്റ് ആക്കി കൊടുക്കുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഈ ചെയിൻ ഇട്ട് കൊണ്ടുപോകണം. ഇവിടെ സ്റ്റാർട്ട് ചെയ്തില്ല, ഇതുവരെ ചെയിൻ ഇട്ട് കൊണ്ടുപോകണം. അതുവരെ ഞാൻ തുന്നി വെച്ച് കൊണ്ട് ഇതുവരെ ചെയിനിട്ട് ശരിയാക്കി. ഇനി അടുത്ത ചെയിൻ എടുക്കുക. അടുത്ത ഇവിടെയാണ് ഞാൻ അൻഡ് ചെയ്തത്. അപ്പോൾ അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത 3 ചെയിനിടുക. ഒരു സിംഗിൾ ക്രോഷേ ഇവിടെ ഉണ്ട്, 3 ചെയിൻ. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ചെയിനും കൂടെ ഇട്ട് എന്നിട്ട് വി മാതിരി ഇവിടെ ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. കണ്ടോ, ഇതേമാതിരി വി സ്റ്റിച്ച് തന്നെ ഉണ്ടോ. അത് കഴിഞ്ഞ് ചെയിൻ 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇതവിടെ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. 2 ഡബിൾ ക്രോഷേ ഇതിൻ്റെ മുകളിൽ ചെയ്തിട്ടുണ്ട്. ഈ വീണ്ടും 2 ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. രണ്ട് ചെയിനുണ്ട്, 4 ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 2 ഡബിൾ ക്രോഷേ ഉണ്ട്. അപ്പോൾ 3 ഡബിൾ ക്രോഷേ, ഒന്നും കൂടെ ചെയ്തിട്ടുണ്ട്. രണ്ട് ചെയിൻ ഇട്ടിട്ട് ഒരു ഡബിൾ ക്രോഷേ വി ചെയ്തെടുക്കുക. അത് വി വന്ന് ഈ അടുത്തതിൻ്റെ മുകളിൽ 2 ചെയിനുണ്ട്. അടുത്തതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും 2 ചെയിൻ, 2 ഡബിൾ ക്രോഷേ. ഇതേമാതിരി തന്നെ 4 ഡബിൾ ക്രോഷേകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ 4 ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. 1 2 3 ചെയ്തിട്ടുള്ളൂ. അതേമാതിരി തന്നെ ഇവിടെ 4 ചെയ്തിരിക്കണം. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വി ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് ഇതുവരെ കൊണ്ടുവരണം. അതേമാതിരി ഞാൻ തയ്ച്ചെടുക്കുക. ഒരു വി തയ്ച്ചെടുത്തിട്ട്
പിന്നെ 4 ഡബിൾ ക്രോഷ്യ, പിന്നെ വീണ്ടും ഒരു വി തയ്ച്ച്. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് അതുവരെ തയ്ച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്, അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വി ഉണ്ടല്ലോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്ത് 3 ചെയിൻ ഇടാം. 2 ചെയിൻ ഇട്ടാലും മതി. പിന്നെ എന്താ ഒരു ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ, വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ, വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ, 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് 2 ചെയിൻ ഇടും, 2 ചെയിൻ ഇട്ട് പിന്നെ വീണ്ടും ഇതിൻ്റെ അകത്ത് 4 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഈ വരി വന്നിട്ടുണ്ട്. ഇനി അടുത്ത് 2 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഈ ഒന്ന് ഒഴിവാക്കുക. ഈ ഒരു ഈ ബോക്സ് ഒഴിവാക്കി ഇതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഈ ഇതിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും 2 ചെയിൻ ഇവിടെ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ 3 ഡബിൾ ക്രോഷ്യ ഇവിടെ. അടുത്തത് ഈ വി ആണ്. അപ്പോൾ ഇത് ഒഴിവാക്കിയിട്ട് ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ ഈ വീൻ്റെ ഉള്ളത് ഒരു 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് ആദ്യം 4 ഡബിൾ ക്രോഷ്യ ചെയ്ത് 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. പിന്നെ വീണ്ടും 2 ചെയിൻ ഇടുക. ഇട്ടതിന് ശേഷം ഇവിടെ 4 ഡബിൾ ക്രോഷ്യ ചെയ്ത് അതേമാതിരി വന്നു. അടുത്ത 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടിട്ട് ഇത് ഒഴിവാക്കിയിട്ട് ഈ ഒരു ബോക്സ് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. പിന്നെ 2 ചെയിൻ ഇടുക. ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്ത് കൊണ്ടുവരണം. കണ്ട ചെയ്ത് കൊണ്ടുവരണം ഫുള്ളായിട്ട് ഇതേമാതിരി ഇതുവരെ ചെയ്ത് കൊണ്ടുവരണം. അതേമാതിരി ഞാൻ ഫുള്ളായിട്ട് ഈ റൗണ്ടിൽ ചെയ്തെടുക്കുന്നുണ്ട്. വീൻ്റെ സ്ഥലത്തൊക്കെ നല്ല ചെയ്തെടുക്കും. ഈ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്, അടുത്ത സ്റ്റെപ്പ് ഇത് അവിടെ ഞാൻ ജോയിൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ, ഇവിടെ സിംഗിൾ ക്രോഷ്യ കൊടുത്തിട്ടാണ് ഞാൻ ജോയിൻ്റ് ആക്കിയത്. അപ്പോൾ 2 ചെയിൻ ഇടും. 2 ചെയിൻ ഇടുന്ന സമയത്ത് ഒരു ഡബിൾ ക്രോഷ്യ ഇടും. പിന്നെ വീണ്ടും 2 ചെയിൻ ഇട്ടു. അത് ഇവിടുത്തെ ഈ 4 എണ്ണത്തിലുള്ള മൂന്നാമത്തെ ഇതിൻ്റെ മുകളിൽ 4-ാമത്തേൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അതേമാതിരി വന്നു. പിന്നെ വീണ്ടും ഈ ഗ്യാപ്പിൻ്റെ അകത്ത് 3 ഡബിൾ ക്രോഷ്യ ആദ്യം ചെയ്തെടുക്കുക. 1 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. ഉണ്ടോ ഡബിൾ ക്രോഷ്യ. അപ്പോൾ 4 എണ്ണമായി. വീണ്ടും 2 ചെയിൻ ഇടുക. അതിന് ശേഷം വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക.
ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. ഇനി പിന്നെ ഇതാ ഈ അറ്റത്തുള്ള എൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. ഇവിടെ ടോട്ടൽ 4 ഡബിൾ ക്രോഷ്യ വന്നു. പിന്നെ വീണ്ടും 2 ചെയിനിടുക. 2 ചെയിനിട്ടതിന് ശേഷം ഈ അറ്റത്തുള്ള എൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇങ്ങനെ വന്നത്. പിന്നെ 2 ചെയിനിടുക. 2 ചെയിനിട്ടിട്ട് ഈ ഇതൊന്ന് ഒഴിവാക്കുക. എന്നിട്ട് ഇവിടത്തിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേമാതിരി വന്നു. ഇനി വീണ്ടും 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് അടുത്തത് കഴിഞ്ഞ് ഇനി ഇവിടെ 2 ചെയിനുണ്ട്. 2 ചെയിനിട്ടതിന് ശേഷം അതിവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ ചെയ്തെടുത്ത 4 എണ്ണത്തിൻ്റെ അകത്ത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തുകൊണ്ട് പിന്നെ വീണ്ടും 2 ചെയിനിടുക. ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ ഈ ഗ്യാപ്പിൻ്റെ അകത്ത് 3 ഡബിൾ ക്രോഷ്യ. രണ്ട് ചെയിനിടുക. 2 ചെയിനിട്ടിട്ട് 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ചെയ്തിട്ടുണ്ട്. പിന്നെ അത് അവിടെ ഈ ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് 2 ഡബിൾ ക്രോഷ്യ ഒഴിവാക്കി ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് വീണ്ടും 2 ചെയിനിടുക. ഇതേമാതിരി ഇതേമാതിരി വരും. ഇങ്ങനെ ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് ഈ റൗണ്ട് വെച്ചിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക ഓരോന്നായിട്ട്. ഇതുവരെ തയ്ച്ചെടുക്കുന്ന സമയത്ത് ഈ നെക്ക് ഡിസൈൻ കാണാൻ ഇതേമാതിരി ഉണ്ടാവും. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പ് ഇവിടെ വരെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ട ഇവിടെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത് ചെയ്യുന്ന വിധം അടുത്ത ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് ഇത് ചെയിനിട്ട് വെച്ച് 2 ചെയിനിട്ട് വെച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കുക. ജോയിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ചെയിനിടും. 2 ചെയിനിടുമ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ഡബിൾ ക്രോഷ്യ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ആ ടോട്ടൽ ഇപ്പോൾ 3 എണ്ണമായി. 3 ഡബിൾ ക്രോഷ്യ. പിന്നെ ഇതേയും ചെയ്ത് വെച്ച 4 എണ്ണത്തിൻ്റെ അകത്ത് ആദ്യത്തെ അറ്റത്തിൻ്റെ അകത്ത് ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അകത്ത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ അത് അതേമാതിരി 4 എണ്ണം വന്നു. പിന്നെ 2 ചെയിനിടുക. ഇട്ടിട്ട് ഇവിടുത്തെ ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ ഇവിടെ അതിൻ്റെ മുകളിൽ 3 ഡബിൾ ക്രോഷ്യ. മൂന്ന് ഡബിൾ 4 എണ്ണമായിട്ട് ടോട്ടൽ. ഇവിടെയും 4 എണ്ണം, ഇവിടെയും 4 എണ്ണം. പിന്നെ 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇവിടെ പിന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ഈ അറ്റത്തിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ 4 എണ്ണത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് വിളൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ ഈ ചെയിനകത്തു നിന്ന് 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ ഈ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക.
അപ്പോൾ ഇതേമാതിരി വന്നത് കണ്ടില്ലേ. ഇനി അടുത്ത് ചെയ്യുന്ന 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇതൊന്ന് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇതേമാതിരി വന്നു. ഇനി അടുത്തത് അവിടെ എത്തിയില്ലേ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളിത് ഒഴിവാക്കണം. അപ്പോൾ 2 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഈ ഡബിൾ ക്രോഷ്യൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഈ ഗ്യാപ്പിൻ്റെ അകത്ത് 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതിൻ്റെ ഇതിൻ്റെ അകത്തു നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് അറ്റത്തുള്ളതിൻ്റെ അകത്ത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 4 ഡബിൾ ക്രോഷ്യ ചെയ്തിന് വീണ്ടും 2 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഇതേ അറ്റത്തിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ചെയിനിൻ്റെ അകത്തു നിന്ന് 3 ഡബിൾ ക്രോഷ്യകൾ ചെയ്തെടുക്കുക. രണ്ട് ചെയിൻ ഇട്ടിട്ട് വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇവിടുത്തെ ഈ ഡബിൾ ക്രോഷ്യൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ വീണ്ടും 2 ചെയിൻ ഇടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ ഡബിൾ ക്രോഷ്യൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. എടുത്തിട്ട് ഈ ചെയിനിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇനി ഈ ചെയിൻ ഡബിൾ ക്രോഷ്യൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. വീണ്ടും 2 ചെയിൻ ഇടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. അപ്പോൾ അതേമാതിരി വന്ന് കാണാനായിട്ട് ഇതേമാതിരി ഈ ഡിസൈൻ ഫുള്ളായിട്ട് ചെയ്തെടുക്കും. എന്നാലും ഇവിടുത്തെ ഈ വർക്ക് നെക്കിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞില്ല. ഇവിടെ 4 എണ്ണമുള്ള 3 എണ്ണമായി 2 എണ്ണമായി 1 ഇവിടെ ഇതേമാതിരി കൂടി വന്നിട്ട് ഇതേമാതിരി ചെയ്തെടുത്തു. ഇതേമാതിരി റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. എന്നാൽ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു. നമ്മൾ ചെയ്തെടുത്ത ഈ നെക്ക് ഡിസൈൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞു. ഈ നെക്ക് ഡിസൈൻ കാണാനായിട്ട് ഇതേമാതിരി